ഹായ് കൂട്ടുകാരെ, വിക്രമാദിത്യ കഥയിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാസാഗരൻ അതിസമർത്ഥമായി നാഗാപുരം ഭരിച്ചു പോന്നു. വർഷങ്ങൾ കടന്നുപോയി. വിദ്യാസാഗരൻ്റെ 4 മക്കളും വളർന്ന് അതിസമർത്ഥന്മാരായ യുവാക്കളായി മാറി. വിദ്യാസാഗരനും പ്രായമായി. മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം തൻ്റെ പ്രിയ പത്നിമാരെയും പുത്രന്മാരെയും അരികിലേക്ക് വിളിച്ചു. തനിക്ക് ലഭിച്ച എല്ലാ ഭാഗ്യങ്ങളുടെയും ഉറവിടം നളിനിയാണ് എന്നറിയുന്ന നമ്മുടെ വിദ്യാസാഗരൻ തനിക്ക് ശേഷം അടുത്ത കിരീടാവകാശിയായി നിയമിച്ചത് നളിനിയുടെ മകനായ ഭർതൃഹരിയെ ആയിരുന്നു. മറ്റു പുത്രന്മാർക്കും വിദ്യാസാഗരൻ്റെ ഈ നിർദ്ദേശം സ്വീകാര്യമായിരുന്നു. മൂത്ത മകൻ വരരുചിയാകട്ടെ പിതാവിൻ്റെ പാത പിന്തുടരാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഒത്തിരി അറിവ് നേടണം, അതിനുവേണ്ടി ദേശാടനങ്ങൾ നടത്തണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അധികം വൈകാതെ വിദ്യാസാഗരൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ 4 മക്കളും യഥാവിധി ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം മൂത്ത പുത്രനായ വരരുചി ദേശാടനത്തിന് ഇറങ്ങിത്തിരിച്ചു. വേദാന്തങ്ങൾ പഠിക്കുന്നതിനും തപസ് ചെയ്യുന്നതിനുമായി അദ്ദേഹം സ്വജീവിതം നീക്കിവെച്ചു. മറ്റു പുത്രന്മാരായ വിക്രമാദിത്യനും ഭട്ടിയും ഭർതൃഹരിയെ സഹായിച്ചു കഴിഞ്ഞുകൂടി. നീതിന്യായമനുസരിച്ചും ജനഹിതം അറിഞ്ഞും ഭർതൃഹരി രാജ്യഭരണം നടത്തി. അങ്ങനെ നാഗാപുര ദേശത്ത് സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു. ഒരു ദിവസം നാഗാപുര ദേശത്ത് തപസ്വിയായ ഒരു മഹാപണ്ഡിതൻ വന്നു ചേർന്നു. രാജസദസ്സിലെത്തിയ അദ്ദേഹത്തെ രാജാവായ ഭർതൃഹരി വളരെ സന്തോഷത്തോടെ ആനയിച്ചു. പാദപൂജയും ശുശ്രൂഷയുമെല്ലാം ചെയ്തു. മഹാപണ്ഡിതൻ ഈ സ്വീകരണത്തിൽ സംതൃപ്തനായി മടങ്ങാൻ നേരം ഒരു വിശേഷപ്പെട്ട മാമ്പഴം രാജാവിന് സമ്മാനമായി നൽകി. ദേവലോകത്ത് നിന്ന് ലഭിച്ച അത്ഭുത സിദ്ധിയുള്ള ഒരു മാമ്പഴമാണിത്. ഈ മാമ്പഴം കഴിക്കുന്ന ആളിന് നിത്യയുവത്വം വന്നു ചേരും. ഇത് അങ്ങേക്കിരിക്കട്ടെ. രാജാവ് സാദരം നന്ദിയോടെ ആ മാമ്പഴം ആ പണ്ഡിതനിൽ നിന്ന് വാങ്ങി. പക്ഷേ നമ്മുടെ ഭർതൃഹരിക്ക് നിത്യയുവത്വത്തിനോടൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് അത് അദ്ദേഹം സമ്മാനിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പത്നി എക്കാലവും യൗവനവും സന്തോഷവുമെല്ലാം അനുഭവിച്ച് കഴിയണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അവളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അദ്ദേഹം ആ മാമ്പഴം അവൾക്ക് സമ്മാനിച്ചത്. പക്ഷേ അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ട് ഉലാത്തുകയായിരുന്നു ഭർതൃഹരി. ദൂരെ കുതിരാലയത്തിൽ നിന്നും ചാണകവും വാരി കുട്ടയിൽ നിറച്ച് ഒരു യുവതി വരുന്നുണ്ടായിരുന്നു. രാജാവിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ഈ യുവതിയിലേക്കായി. കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു ആ സ്ത്രീ. ചാണകക്കുട്ടയുടെ മുകളിൽ വിശേഷപ്പെട്ട ഒരു മാമ്പഴം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. താൻ പ്രേമപുരസരം തൻ്റെ പത്നിക്ക് നൽകിയ അതേ മാമ്പഴം ഇതെങ്ങനെ അടിച്ചുതളിക്കാരുടെ ചാണകക്കുട്ടയിൽ വന്നു? അദ്ദേഹം ഒന്നോടെ നോക്കി. ഇത് ആ മാമ്പഴം തന്നെയാണോ? അതെ, അത് തന്നെയാണ്. ഇതെങ്ങനെ ഇവളുടെ കുട്ടയിൽ വന്നു? അദ്ദേഹം ദീർഘനേരം ഇതേക്കുറിച്ച് ചിന്തിച്ചു. ഇനി ആ ജോലിക്കാരി എങ്ങാനും മോഷ്ടിച്ചതാവുമോ? ഉടനെ തന്നെ ആ സ്ത്രീയെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഭയന്ന് വിറച്ച് അവൾ രാജസമക്ഷമെത്തി. ആ കുട്ടയിലിരിക്കുന്ന വിശിഷ്ടമായ മാമ്പഴം എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? രാജാവ് ചോദിച്ചു. അത് രാജൻ, അവർ വാക്ക് കിട്ടാതെ വിഷമിച്ചു. ധൈര്യമായി പറഞ്ഞോളൂ, നീ മോഷ്ടിച്ചതാണോ? അയ്യോ അല്ല തമ്പുരാനെ, എനിക്ക് ആ കുതിരക്കാരൻ സമ്മാനമായി തന്ന മാമ്പഴമാണത്. രാജാവ് ആ കുതിരക്കാരനെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹവും വിറയലോടുകൂടിയാണ് രാജാവിൻ്റെ മുന്നിലെത്തിയത്. രാജാവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ കുതിരക്കാരൻ ചൂളി നിന്നുപോയി. സത്യം പറയാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല അയാൾക്ക്. തമ്പുരാനെ, മഹാരാജ്ഞി അടിയന് നൽകിയതാണ് ആ മാമ്പഴം. കുതിരക്കാരൻ്റെ ഉത്തരം കേട്ട് രാജാവ് ഞെട്ടിത്തരിച്ചുപോയി. താൻ സ്നേഹപൂർവ്വം തൻ്റെ പ്രിയതമ്മയ്ക്ക് നൽകിയ മാമ്പഴം അവൾ കുതിരക്കാരന് സമർപ്പിച്ചിരിക്കുന്നു. അവൾക്ക് തന്നേക്കാൾ ഇഷ്ടം ആ കുതിരക്കാരനെയാണ്. ലൗകിക വ്യവഹാരങ്ങളോടും ഭൗതിക വസ്തുക്കളോടുമുള്ള സ്നേഹം ദുഃഖമാണ് പകരം നൽകുക എന്ന് രാജാവ് ഈ സംഭവത്തോടെ സ്വയം തിരിച്ചറിഞ്ഞു. കിട്ടാത്ത സ്നേഹം നിരാശയ്ക്ക് വഴിതെളിക്കുന്നു. ഒന്നും തിരിച്ചു മോഹിക്കാതെ സ്നേഹിക്കണം. അത് സാധാരണക്കാരന് കഴിയില്ല, സന്യാസിക്ക് അത് സാധിക്കൂ. അങ്ങനെ ഭർതൃഹരി രാജ്യം ഉപേക്ഷിച്ച്
സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല അതിനുവേണ്ട ഒരുക്കങ്ങളും ചെയ്തു. അനുജൻ വിക്രമാദിത്യനെ ഭരണ ചുമതല ഏൽപ്പിച്ച് കൊട്ടാരത്തിനോടും പത്നിമാരോടുമെല്ലാം യാത്ര പറഞ്ഞ് ഭൗതിക സുഖങ്ങളിൽ നിന്ന് വിരക്തനായി അദ്ദേഹം സന്യാസവൃത്തി സ്വീകരിച്ചു.